ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ. ഞാൻ അധികം മന്ത്രമൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഇത്രയും വ്യൂ ഒക്കെ കിട്ടുന്നതല്ലേ? പക്ഷേ അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളോടുള്ള എൻ്റെ ആത്മാർത്ഥത. രണ്ട്, എന്നോട് തന്നെയുള്ള എൻ്റെ ആത്മാർത്ഥത. അതായത് ഈ മന്ത്രം യൂട്യൂബിലൂടെ പറയുന്ന പലർക്കും അറിയില്ലാത്തൊരു കാര്യമുണ്ട്. ഈ ഓരോ മന്ത്രത്തിനും ശാപമുണ്ട്. ശാപം ആ മന്ത്രത്തിൻ്റെ ഋഷിയോ അല്ലെങ്കിൽ ഇത് കണ്ടെത്തി, പ്രത്യേകിച്ച് പറയുന്നത് മഹാദേവൻ ശപിച്ചു എന്നാണ്. അത് സത്യമാണ്. കാരണം എന്താ, ഈ ശാപനിവൃത്തി ചെയ്യാതെ ഈ മന്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, എത്തണ്ടാത്തവരുടെ കയ്യിൽ മന്ത്രം എത്തിക്കഴിഞ്ഞാൽ അതിനായിട്ടുള്ളൊരു വിദ്യയാണ് ഈ ശാപം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മന്ത്രത്തിനും അതിൻ്റെ ശാപനിവൃത്തി മന്ത്രമുണ്ട്. ഇത് വെളിപ്പടയായിട്ട്, അതായത് ഇത് പുറം ലോകത്തോട് ആദ്യം പറയുന്നത്, ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത്, പലരും മന്ത്രം മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷേ ശാപനിവൃത്തി ചെയ്യണം മോനെ എന്ന് എടുത്തു പറയുന്നത് സിദ്ധന്മാരാണ്. പ്രത്യേകിച്ച് അഗസ്ത്യർ പന്തീരായിരം അല്ലെങ്കിൽ ഭോഗർ സപ്തകാണ്ഡമൊക്കെ വായിച്ചവർക്കറിയാം. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഓരോ മന്ത്രം പറയുമ്പോഴും അതിൻ്റേതായ ശാപനിവൃത്തി ചെയ്യണം മകനെ എന്ന് സിദ്ധന്മാർ ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു ഉപദേശം തരാറുണ്ട്. നീ ഉപയോഗിക്കാൻ പോകുന്ന മന്ത്രത്തിന് ശാപമുണ്ട്. പക്ഷേ അതുപോലെ പല മന്ത്രങ്ങൾക്കും ശാപമുണ്ട്. ഏത് മന്ത്രം നിങ്ങൾ നോക്കിയാലും അതിന് ശാപമുണ്ട്. ആ ശാപം നിവൃത്തി ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നറിയാമോ? ഒന്ന്, അതിൻ്റെ കരന്യാസം, അംഗന്യാസം, കീലകം, അതുപോലെ തന്നെ ഋഷി, ഛന്ദസ്, ദേവത. നമ്മൾ പലരും ചിന്തിക്കും ഋഷിയും ഛന്ദസ്സും ദേവത മാത്രമേ ഉള്ളൂ. അല്ല, ശാപനിവൃത്തി ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഒരു മന്ത്രം തന്നെ പല രീതിയിൽ നമ്മൾ അതിൻ്റെ കെട്ടും പൂട്ടുമൊക്കെ അഴിച്ചെടുത്തെങ്കിൽ മാത്രമേ ആ മന്ത്രം വ്യക്തമായി ഉപയോഗിക്കാവുള്ളൂ. ഇനി ഇതെല്ലാം അഴിച്ചെടുത്ത് നിങ്ങൾ വിചാരിച്ചു, വേറൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ മന്ത്രം ജപിക്കാൻ തോന്നില്ല. അതായത് നിങ്ങൾക്കൊരു മന്ത്രം കിട്ടി, നിങ്ങൾ ജപിച്ചു, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നുമോ, വേണ്ട, ഇതുകൊണ്ട് എനിക്കൊരു ഫലമില്ല, ഒരു കണക്ഷൻ, അതുമായി ഒരു ബന്ധം തോന്നില്ല. എങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഗുരു ഉപദേശം കിട്ടി, ഒരു ഗുരു നിങ്ങൾക്ക് വന്നു. ആ ഗുരു നിങ്ങൾക്ക് ഈ മന്ത്രം എങ്ങനെ പൂട്ട് തുറക്കണം എല്ലാം പറഞ്ഞു തന്നതിന് ശേഷം ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആ ഗുരു ഉപദേശമായി നിങ്ങൾക്ക് ആ മന്ത്രം കിട്ടുമ്പോൾ ആ മന്ത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. കുറച്ച് ജപിച്ച് കഴിയുമ്പോഴേ, കുറച്ച് പരീക്ഷണമൊക്കെ കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആ മന്ത്രം വിടാൻ തോന്നില്ല. നിങ്ങൾ ഉപയോഗിച്ചത് 2 തവണയും ഉപയോഗിച്ചത് ഒരേ മന്ത്രമാണ്. ഗുരു വരുന്നതിന് മുൻപും ഗുരു വന്നതിന് ശേഷവും ഉപയോഗിച്ചത് ഒരേ മന്ത്രമാണ്. പക്ഷേ 2 തവണത്തെയും ഫീലിങ്സ്, അനുഭൂതി വ്യത്യസ്തമാണ്. ഒരു തവണ ചൊല്ലാനേ തോന്നിയില്ല അല്ലെങ്കിൽ ജപിക്കാനേ തോന്നിയില്ല, 2ാമത്തെ തവണ ജപിക്കാൻ തന്നെത്താനേ തോന്നി. കാരണം എന്താ, ആ ഗുരു പരമ്പര ആ മന്ത്രത്തെ സിദ്ധീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം കൗമാരരായിട്ടുള്ള ഗുരുക്കന്മാർ കുമാരൻ്റെ, ഷൺമുഖൻ്റെ മാത്രം മന്ത്രമേ കൊടുക്കുകയുള്ളൂ. നിങ്ങൾ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഗുരു തന്നെ ഒരു 10 ദേവതയുടെ മന്ത്രം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ ഗുരുവിനെ ആദ്യം സംശയിക്കണം. ഒരു ശിഷ്യന് ഗുരുവിനെ സംശയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് നമ്മളുടെ സനാതന ധർമ്മത്തിൽ. അപ്പോൾ ഒരു ഗുരു വന്നിട്ട് 10 ദേവതന്മാരുടെ മന്ത്രം കൊടുക്കുകയാണെങ്കിൽ സംശയിക്കണം. കാരണം ഒരു ഗുരു പരമ്പരയുടേതായ ദേവന്മാർ കാണും. ഇപ്പോൾ ശിവൻ ഭഗവാനെ ഉപാസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഷൺമുഖ ഭഗവാന്റെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും ഒക്കെ ഉപാസന ഫലം കാണും. കാരണം ശിവ കുടുംബത്തിൽ വരുന്നതുകൊണ്ട്. അപ്പോൾ ആ ഗണത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിൽപ്പെട്ട പരിവാര ദേവതമാരുടെയൊക്കെ മന്ത്രസിദ്ധി ഈ ഗുരുക്കന്മാർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ആ മന്ത്രസിദ്ധി എന്ന് പറയുന്നത് ആ ഗുരുക്കന്മാർ അനുഭവിച്ച ആനന്ദമാണ്. ആ ഗുരുക്കന്മാർ ആ മന്ത്രം സിദ്ധീകരിച്ചുകൊണ്ട് അതിൻ്റെ ഫലം എടുത്തവരാണ്. അതായത് നേരത്തെ എവറസ്റ്റ് കയറിയ ഒരാൾക്ക് മാത്രമേ എവറസ്റ്റിലേക്ക് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ കുണ്ടും കുഴിയും ഉണ്ടെന്ന് പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ അവിടെ പോയ ആൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുപോലെ നേരത്തെ ഇതെല്ലാം കണ്ടെത്തി അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി ഓരോ അനുഭവങ്ങളിലൂടെയും മന്ത്രം ജപിക്കുമ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ശരീരഭാഗത്ത് എവിടെയൊക്കെ ചൂട് വരും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതെല്ലാം മനസ്സിലാക്കി ഓരോ മന്ത്രത്തിൻ്റെയും ഗുണങ്ങൾ മനസ്സിലാക്കിയ നിങ്ങളുടെ ഗുരുവിൻ്റെ ആ ഉപദേശവും അതിനോടൊപ്പം ആ ഗുരു സിദ്ധീകരിച്ച മന്ത്രത്തിൻ്റെ ആ പരമ്പരാഫലവും ആ ഗുരുപരമ്പരയുടെ ഫലവും വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ മന്ത്രം ജപിക്കാൻ തോന്നും. അതിൻ്റെ ഫലവും ഉണ്ടാവും. അല്ലാതെ വെറുതെ നിങ്ങൾ ജപിച്ചാൽ നിങ്ങൾക്ക് ഫലം എന്തൊക്കെ പറഞ്ഞാലും ഒരു 40% ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥ മന്ത്രം ജപിച്ചാൽ എത്ര ഫലമുണ്ടാകുമോ അതിൻ്റെ 40% പോലും ഇല്ല. ഞാൻ പിന്നെ നിങ്ങൾ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഇത്തിരി കൂട്ടി പറഞ്ഞതാണ്. 40% പോലും ഇല്ല, ഒരു 10% എന്നൊക്കെ പറയാം. സത്യം പറഞ്ഞാൽ അത്രയുമേ ഉണ്ടാവുള്ളൂ. ആ മന്ത്രത്തിൻ്റെ ഫലം എന്താണോ, ഇപ്പോൾ ഗായത്രി മന്ത്രം ജപിച്ചാൽ കിട്ടുന്ന ഫലം എന്താണോ അതിൻ്റെ ഒരു 10% നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഗുരു ഉപദേശം ഇല്ലാതെ ജപിച്ചാൽ. അതുമാത്രമല്ല, ജപിക്കുന്നത് തെറ്റായിട്ടാണെങ്കിൽ അതിൻ്റേതായ വിപത്തുകളുമുണ്ട്. ഇത്രയുമൊക്കെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ചത് എന്ത് തന്നെയാണെന്നറിയാമോ? പേടിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം ഇതൊക്കെ സത്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ 1-2 മന്ത്രമൊക്കെ ആദ്യമേ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിലിട്ടെങ്കിലും
ഞാനത് വേണ്ടെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നോടൊരു ആത്മാർത്ഥത ഉണ്ടെന്ന്. കാരണം എന്താ, ഇതുപോലുള്ള ശാപം കിട്ടിയ മന്ത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതുപോലുള്ള പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു ആൾക്കും നമ്മൾക്ക് വെറുതെ ഉപദേശിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ തരുന്ന എല്ലാ മന്ത്രവും എനിക്ക് സിദ്ധീകരിക്കാൻ, ഇപ്പോൾ ഒരാളൊക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഗായത്രി മന്ത്രമാണ് ഒരാൾ എടുക്കുന്നതെങ്കിൽ 24 ലക്ഷം തവണ ജപിച്ചാലേ അദ്ദേഹത്തിന് സിദ്ധി വരുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം മൊത്തം ആ മന്ത്രം സിദ്ധി വരുത്താൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ മന്ത്രത്തിൻ്റെ സിദ്ധി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് ഒരുപാട് മന്ത്രം കൊടുക്കുന്നില്ലേ, ഇതിലൊക്കെ അവർക്ക് സിദ്ധിയുണ്ടോ? ഒരിക്കലുമില്ല. അവർ 10,000 വർഷം ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കൂടിപ്പോയൊരു 100 വർഷം ജീവിച്ചിരിക്കും. ഈ 100 വർഷം ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എത്ര മന്ത്രം സിദ്ധീകരിക്കാൻ പറ്റും? അപ്പോൾ ഈ സിദ്ധീകരിക്കാത്ത മന്ത്രം ഇങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റേതായ കർമ്മഫലം യൂട്യൂബിലെ ആണെങ്കിലും അവർക്ക് വരും. അതുപോലെ എനിക്ക് വരാതിരിക്കാനാണ് ഞാൻ ഒന്നാമത് മുൻകരുതലെടുത്തത്. ഇനി രണ്ടാമത്, യൂട്യൂബിലൂടെ ഇനിപ്പോട്ടെ യൂട്യൂബിലൂടെ ശരിക്കും ആ മന്ത്രത്തിൻ്റെ സിദ്ധിയുള്ളൊരു ഗുരു നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ ആ മന്ത്രം സ്വീകരിക്കരുത്. കാരണം നേരിട്ടല്ല കിട്ടുന്നത്. ആ ഗുരു അടുത്ത് ആ ശിഷ്യനെ വന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവൻ ഈ മന്ത്രമാണ് വേണ്ടത് എന്ന് ഈ ഗുരുവിന് തോന്നണം. ഇപ്പം നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പറയല്ല, ഗുരുവേ എനിക്ക് ഈ മന്ത്രം വേണം. ഗുരുവിന് തോന്നണം ഇവൻ ഈ മന്ത്രം. ഇപ്പോൾ സുബ്രഹ്മണ്യ ഭഗവാന്റെ തന്നെ സിദ്ധിയുള്ള ഒരു ഗുരുപരമ്പരയിലെ ഒരു ഗുരു നിങ്ങളെ കാണുകയാണെങ്കിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ മന്ത്രം നിങ്ങളുടെ അനിയന് കൊടുക്കുന്ന മന്ത്രമായിരിക്കില്ല ചേട്ടനായ നിങ്ങൾക്ക് തരുന്നത്. രണ്ടുപേർക്കും തന്ന സുബ്രഹ്മണ്യ മന്ത്രമാണ്. പക്ഷേ നിങ്ങളുടെ സ്വഭാവത്തിനൊക്കെ വ്യത്യസ്തപ്പെടുത്തി അല്ലെങ്കിൽ ദേവതയെ പോലും മാറ്റിത്തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഗുരുവിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞത് എന്തിനാ? ഈ മന്ത്രം എന്ന് പറയുന്നത് അത്രയ്ക്ക് സിമ്പിൾ കാര്യമല്ല. അതുകൊണ്ടാണ് പലർക്കും ഫലം കിട്ടാത്തത്. ഞാൻ ആദ്യം പറയുമ്പോൾ എന്നോട് നല്ല ദേഷ്യം തോന്നും. ഇവരെന്താ ഈ പറയുന്നത്? എന്നോട് പലർക്കും ദേഷ്യം തോന്നും. പണ്ട് ഒരു ഇഷ്ടദേവനെ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എന്നോട് ഒരുപാട് പേർക്ക് ദേഷ്യം തോന്നി. ആ ദേഷ്യം തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് മനസ്സിലായി സത്യമാണത്. കാരണം ഫലം കിട്ടി തുടങ്ങിയപ്പോൾ. അതുപോലെ പറയുകയാണ്, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അത് ആദ്യം ഒന്ന് കഴിക്കട്ടെ. അതുകൊണ്ട് ഞാനാണ് ഇത്രയും രൂക്ഷമായിട്ട് പറഞ്ഞത്, ഇനിയൊന്ന് മധുരിക്കാം. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? എനിക്കൊരു ഇഷ്ടദേവനുണ്ട്. എനിക്ക് കൃഷ്ണനെയാണ് ഇഷ്ടദേവൻ, രാമനാണ് എൻ്റെ ഇഷ്ടദേവൻ, ശിവനാണ് എൻ്റെ ഇഷ്ടദേവൻ. പക്ഷേ എനിക്കൊരു ഗുരുവില്ല. എന്ത് ചെയ്യും? വിഷമിക്കണ്ട. ഒരു ഗുരു ഉപദേശവും വേണ്ടാത്തൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മന്ത്രം, ഒരു ഉപാസനാ രീതി ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേക്കണം, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കണം, ഒരിടത്തിരുന്ന് ജപിക്കണം, വിളക്ക് കത്തിക്കണം, കുളിക്കണം, ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ. ഇതൊന്നും എനിക്ക് വേണ്ട. പക്ഷേ എനിക്ക് ഭഗവാന്റെ എല്ലാ സിദ്ധിയും വേണം. നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ. നാമജപം നടത്തിയാൽ മതി. നാമജപ സ്തോത്രങ്ങൾ പോലുമല്ല, നാമജപം നടത്തിയാൽ മതി. വെറുതെ ഓമോ നാമയോ അല്ലെങ്കിൽ ഭട്ടെന്നോ അല്ലെങ്കിൽ സ്വാഹാന്നോ ഒന്നും ജപിക്കേണ്ട ആവശ്യമില്ല. ഒരു ബീജാക്ഷരവും ഉപയോഗിക്കേണ്ട. വെറുതെ നാമം മാത്രം. എന്ത് സിമ്പിളാ. പക്ഷേ ഈ സിമ്പിൾ കാര്യം കൊണ്ടാണ് ഏറ്റവും വലിയ മഹർഷിമാരുണ്ടായത്. എങ്കിൽ ഈ കടിച്ചാൽ പൊട്ടാത്ത മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരൊന്നും ആ ലെവലിൽ എത്തിയിട്ടില്ല, ആ ഒരു നിലയിലെത്തിയിട്ടില്ല. കാരണം എന്താ? നാമത്തിൻ്റെ ശക്തി വേറെ ഒന്നിനുമില്ല. അതാണ് സത്യം. അപ്പോൾ ഏത് നാമം ഉപയോഗിക്കണം? ഏത് നാമവും ഉപയോഗിക്കാം. ഏതൊക്കെ നാമം ഉപയോഗിക്കണമെന്ന് ഞാൻ ഓരോ വീഡിയോകളായി ചെയ്യാം. രാധാനാമത്തിൻ്റെ ഇട്ടിട്ടുണ്ട്, മുരുകൻ്റെ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണ ഭഗവാന്റെ ഇനി വരും, ശിവ ഭഗവാന്റെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ദേവന്മാരുടെയും നാമത്തെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്, ഇനിയും ഇടും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഈ ചാനലിൽ കാണാൻ സാധിക്കും ഓരോ ദേവന്മാരുടെ ഏത് നാമം. നാമം എന്താണ്? രാമ, അതാണ് നാമം. കൃഷ്ണ, അതാണ് നാമം. റാം രാം രാം. ഈ രാം 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 എന്ന് ജപിച്ചുകൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ സ്വാമി ഇത്രയും മഹാനായ ഉപാസകനായത്, വാൽമീകി മഹർഷിയുടെ ജീവിതം മാറിയത്. ഇനി അതുപോലെ തന്നെ നമ്മളുടെ വേദവ്യാസ ഭഗവാനാണെങ്കിൽ നാരായണ 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 നാരായണ, അല്ലാതൊന്നുമില്ല. ഇനി ഋഷിമാരിനെയും ഋഷിയായ ദേവഋഷിയായിട്ടുള്ള നമ്മളുടെ നാരദൻ ഏത് നാമമാണ് ജപിക്കുന്നത് സദാസമയവും? നമ്മൾ പല സീരിയലൊക്കെ കണ്ടിട്ടുണ്ട്, നാരായണ നാരായണ. അപ്പോഴേ നമുക്കറിയാം അവിടെ ആളെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ വിചാരിക്കും ഈ നുണ പറയുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിപ്പിക്കുന്ന ആളാണ് നമ്മളുടെ നാരദൻ. ഒരിക്കലുമല്ല. പ്രപഞ്ചത്തിൽ അനിവാര്യമായ സമയത്ത് പല മാറ്റങ്ങളും വരുത്തണം. അതിന് സൂത്രപരമായി അതിനുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ആളാണ് നാരദൻ. നാരദനില്ലായിരുന്നെങ്കിൽ പല അവതാരങ്ങളുടെ കാര്യം പോലും വ്യത്യസ്തമായേനെ. നാരായണനില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൻ്റെ കാര്യം പോലും വ്യത്യസ്തമായേനെ. അതുപോലെ എല്ലാത്തിനും, എല്ലാ ഋഷിമാർക്കും അതിൻ്റേതായ ഒരു ആത്മീയ തത്വമുണ്ട്. അതുപോലെ ആത്മീയമായി അത്രയും ഉയർന്നു നിൽക്കുന്ന വെറും ഋഷിയല്ല, ദേവഋഷിയായിട്ടുള്ള ആ നാരദ മുനി, ആ ദേവഋഷിയുടെ മന്ത്രം ഏതാണ്? മന്ത്രമല്ല, നാമം, വെറും നാമം. നാരായണ 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 നാരായണ. സദാസമയവും ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോലി തിരക്കാണ്, എപ്പോഴും ജപിക്കാനൊന്നും പറ്റില്ല, വേണ്ട, 5 മിനിറ്റ് ജപിച്ചാൽ മതി. ഇനി അതിനും പറ്റില്ല, 1 മിനിറ്റ് ജപിച്ചാൽ മതി. ഇതിനങ്ങനെ നിയമമൊന്നുമില്ല, ഇത്ര ജപിക്കണം ഒന്നുമില്ല. ഇനി ഒരു ദിവസം ജപിക്കാൻ പറ്റിയില്ല, അങ്ങ് ഉറങ്ങിപ്പോയി,
ക്ഷീണമായിരുന്നു. ഒരു കുഴപ്പമില്ല. മന്ത്രത്തിന് അതൊന്നും പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഉപാസനയ്ക്ക് അതൊന്നും പറ്റില്ല. പക്ഷെ നാമത്തിനത് പറ്റും. സദാസമയവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. ഇനി ഞാൻ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നാമത്തിൻ്റെ കാര്യം ഓർത്തത്. ജപിച്ചു, ഒരു കുഴപ്പമില്ല. നാരായണ നാരായണ. കാരണം വൃത്തിയുള്ളിടത്തും ശുദ്ധിയുള്ളിടത്തും എല്ലായിടത്തും, ഇനി ഇതൊന്നും ഇല്ലാത്തടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ബ്രഹ്മമാണ്. അതാണ് ദൈവം, അതാണ് ഭഗവാൻ. ആ ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴൊന്നുമില്ല. പക്ഷേ എന്ന് വെച്ച് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും മന്ത്രങ്ങൾ ജപിച്ചേക്കരുത്. അതിൻ്റേതായ തിക്തവശങ്ങളുണ്ട്. താന്ത്രികം വേറെയാണ്. പക്ഷേ ഇത് ഭക്തി, നാമം മാത്രം. ആ ഏകമായി നിൽക്കുന്ന ഭഗവാൻ പല രൂപം സ്വീകരിച്ചപ്പോൾ ആ നാമം കൊണ്ട് ആ ഏകമായിട്ടുള്ള എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ സദാസമയം സ്മരിക്കുന്നു. അതിലൊരു തെറ്റുമില്ല. എത്ര വേണമെങ്കിലും സ്മരിക്കാം, എത്ര വേണമെങ്കിലും നാമം ജപിക്കാം. ഒരു തരത്തിലുള്ള വിനയം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, സ്വഭാവം മാറും. സ്വഭാവം മാറുന്നതിലൂടെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കർമ്മമരങ്ങൾ ഹനിക്കപ്പെടും. ക്രിയമന കർമ്മത്തിലൂടെ പ്രാരാബ്ധ കർമ്മങ്ങളെ ഒഴിച്ചുകൊണ്ട് സത്യമായിട്ടുള്ള പരമായിട്ടുള്ള ബ്രഹ്മത്തിലേക്കുള്ള യാത്ര സുനിശ്ചിതമാകും. അതിനിടയ്ക്ക് ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാലദോഷങ്ങളും എല്ലാ തരത്തിലുള്ള കർമ്മദോഷങ്ങളിലും ഇനി എന്താണ് പറയുന്നത്, നാമജപം കൊണ്ട് വേണമെങ്കിൽ ജാതകം പോലും തിരുത്താം. 10 മിനിറ്റ് ജപിച്ചാൽ മതി. കാരണം എന്താ, ഒരു ശാപവും ചെയ്യണ്ട, ഒരു ശാപനിവൃത്തിയും ചെയ്യണ്ട, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഹോമങ്ങളോ ഒന്നും ചെയ്യണ്ട, തർപ്പണങ്ങളോ ഒന്നും. ഹോമം, തർപ്പണം, ദാനം ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ നാമം ജപിക്കുമ്പോൾ ഇതിൻ്റെ സിദ്ധി വരാനൊന്നുമല്ല ഞാൻ പറയുന്നത്. പലരും സിദ്ധി വരാനൊക്കെയാണ് ദാനം ചെയ്യുന്നത്. ദാനം വെറുതെ ദാനം ചെയ്യുക, ഇതിനെന്താണ് പ്രശ്നം? പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ പുണ്യം കൊണ്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠമായൊരു ജീവിതം സമൃദ്ധിക്കും. അപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, എപ്പോൾ വേണമെങ്കിലും ഒരു 10 മിനിറ്റ് ജപിച്ചാൽ മതി. 10 മിനിറ്റ് നാമം ജപിക്കുക. മുത്തശ്ശി ഇരിക്കുമ്പോൾ, ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മുത്തശ്ശി വിളക്കിന് മുന്നിൽ ഇരുന്ന് നാമം ജപിക്കുകയായിരിക്കും. ആ കൂട്ടത്തിൽ കയറിയിരുന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ ഒരു നാമം ഒരു 10 മിനിറ്റ് ജപിച്ചിട്ട് പൊക്കോ. വേറെ ഒന്നും. പിന്നെ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ. എന്ത് ആഹാരം വേണമെങ്കിലും കഴിച്ചോ. ഏത് വസ്ത്രം വേണമെങ്കിലും ഇട്ടോ. ഇനി കുളിക്കാതിരുന്നോ, അത് കുഴപ്പമില്ല. പക്ഷേ മന്ത്രം ജപിക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോഴോ ഇങ്ങനെ ചെയ്യരുത്. ഞാൻ പറയുന്നത്, നാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്തോ. വിളക്ക് പോലും കത്തിക്കണ്ട, വെറുതെ ഇരുന്ന് ജപിച്ചോ. ഇനി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, കൃത്യം ഈ സമയത്താണ് എനിക്ക് ഈ നാമം ജപിക്കേണ്ട സമയം. പക്ഷേ എൻ്റെ അടുത്തുള്ള ആളുകളാണ്. ശബ്ദം കേൾക്കണ്ട, മനസ്സിൽ ജപിച്ചോ. എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. ജപത്തിനൊരിതില്ല. ജപം നിങ്ങളുടെ ജീവിതം മാറ്റും. ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രപദ്യേ.